ഹായ് ഗൈസ്, ഞാൻ പ്രജിത് മോഹനൻ. ഗിസ്ബോർഡ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇൻഫിനിക്സ് ഇന്ത്യ അവരുടെ ഇന്ത്യയിൽ ആദ്യത്തെ 5G സ്മാർട്ട് ഫോൺ അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇൻഫിനിക്സ് Zero 5G സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോയുമാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ സമയം കളയാതെ ഇൻഫിനിക്സ് Zero 5G സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോകാം. ഇതാണ് ഇൻഫിനിക്സ് Zero 5G സ്മാർട്ട് ഫോണിൻ്റെ കേസ് വരുന്നത്. ഓക്കെ, ഈ ബോക്സ് തുറക്കുമ്പോൾ അകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഡിവൈസ് കാണാം. ഒപ്പം ഒരു സിലിക്കോൺ കേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോർമലായ എല്ലാ ഫോണിൻ്റെ ഒപ്പം വരുന്നതാണ്. അപ്പോൾ അധികമായ ഒരു സ്ക്രീൻ ഗാർഡ് ഈ ഇൻഫിനിക്സ് Zero 5G സ്മാർട്ട് ഫോണിനൊപ്പം കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യൂസർ മാനുവൽ, USB Type-C, ചാർജിങ് കേബിൾ, ചാർജിങ് ബ്രിക്ക്, ഇതൊക്കെ നമുക്ക് ഈ ഡിവൈസിൻ്റെ കൂടെ കമ്പനി നൽകിയിട്ടുണ്ട്. ഇതാണ് ചാർജിങ് കേബിള്. ഓക്കെ, ചാർജിങ് ബ്രിക്കും നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇൻഫിനിക്സ് Zero 5G സ്മാർട്ട് ഫോണിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഒരു സ്മൂത്ത് റൗണ്ടഡ് വരുന്ന യൂണിക് കർവ് ഡിസൈനാണ് ഈ ഡിസ്പ്ലേയുടെയും ഫോണിൻ്റെയും പ്രത്യേകത. കംഫർട്ടബിളായിട്ട് ഹോൾഡ് ചെയ്യാം. തീരെ വെയിറ്റ് കുറവുമല്ല, എന്നാൽ കൂടുതലുമല്ല എന്നൊരു ഫീലാണ് ഈ സ്മാർട്ട് ഫോൺ നൽകുന്നത്. സ്മാർട്ട് ഫോണിൻ്റെ പിൻഭാഗം റിഫ്ലക്റ്റീവ് സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഡിവൈസിൽ ഇങ്ങനെ വിരൽപ്പാടുകൾ പതിഞ്ഞ് കിടക്കുക നിങ്ങൾ കൃത്യമായി കാണാം. അത് ഇപ്പോൾ കവറിടാതെ ഫോൺ ഉപയോഗിച്ചാൽ കാണാൻ ഭയങ്കര വൃത്തികേടാകുന്നൊരവസ്ഥയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ യൂണിക് കർവ് ഡിസൈനാണ്. ക്യാമറ ബമ്പ് കാണാം. ഈ ക്യാമറ ബമ്പിൽ ഇത് ചെയ്തിരിക്കുന്നത് ട്രിപ്പിൾ ക്യാമറ സജ്ജീകരണമാണ്. ക്വാഡ് LED ഫ്ലാഷ് യൂണിറ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒപ്പം AI ക്യാമറ മാർക്കിങ് ക്യാമറ ബമ്പിനൊപ്പം കൊടുത്തിരിക്കുന്നു. ഇൻഫിനിക്സ് 5Gയുടെ ബ്രാൻഡിങ് റിയൽ പാനലിൻ്റെ താഴെയായിട്ട് ഏറ്റവും താഴെയായി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫിംഗർ പ്രിൻറ്റ് സെൻസറും പവർ ബട്ടണും ഇൻഫിനിക്സ് Zero 5G സ്മാർട്ട് ഫോണിൻ്റെ റൈറ്റ് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. OS ബട്ടണും ഇതേ ഭാഗത്ത് തന്നെയുണ്ട്. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ സിം കാർഡ് ട്രേ ആണ് കൊടുത്തിരിക്കുന്നത്. ഡിവൈസിൻ്റെ താഴെയായി ചാർജിംഗ് പോർട്ട്, സ്പീക്കേഴ്സ്, 3.5mm ഹെഡ്ഫോൺ ജാക്ക് എന്നിവ കാണാവുന്നതാണ്. മൊത്തത്തിൻ്റെ ഡിസ്പ്ലേ പറയുമ്പോൾ 6.7 ഇഞ്ച് IPS LCD ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz ഉയർന്ന റിഫ്രഷ് റേറ്റ് നൽകുന്നുണ്ട്. അപ്പോൾ ഗെയിമിങ്ങിനൊക്കെ സ്മൂത്തായി ഉപയോഗിക്കാവുന്ന ഒരു ഫോണാണ്. അപ്പോൾ അധികം ലാഗോ ലേറ്റൻസി ഒന്നും വരില്ല എന്ന് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം. അത്രയധികം മികച്ച റിഫ്രഷ് റേറ്റ് ഇൻഫിനിക്സ് ഈ സ്മാർട്ട് ഫോണിൽ കൊണ്ടുവന്നിരിക്കുന്നു. നിരവധി പ്രീലോഡഡ് ആപ്സും ഇൻഫിനിക്സിൻ്റെ ഈ ഇന്ത്യയിൽ ആദ്യത്തെ 5G സ്മാർട്ട് ഫോണിനൊപ്പം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. MediaTek Dimensity 900 പ്രോസസ്സറാണ് ഈ ഡിവൈസിന് കരുത്ത് പകരുന്നത്. ഒപ്പം 8GB റാം, അതാണ് റാം ആണെങ്കിൽ 3GB കൂടി കൂട്ടാൻ കഴിയും. 128GB സ്റ്റോറേജും ഉണ്ട്. ഇത് നേരത്തെ പറഞ്ഞ പോലെ SD കാർഡ് സ്ലോട്ട് നൽകിയിട്ടുള്ളത് കൊണ്ട് ഇതും വർദ്ധിപ്പിക്കാൻ കഴിയും. Android 11 ബേസ് ചെയ്തിട്ടുള്ള XOS വേർഷനിലാണ് ഇൻഫിനിക്സ് Zero 5G സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. 5000 mAh ബാറ്ററിയും 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഡിവൈസിൽ ലഭ്യമാക്കിയിരിക്കുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒന്ന് പോകാം. 16MP സെൽഫി ക്യാമറയാണ് ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത്. നേരത്തെ പഞ്ച് ഹോൾ കട്ടൗട്ടിലാണ് ഈ ഫോണിൻ്റെ സെൽഫി ക്യാമറ നൽകിയിരിക്കുന്നത്. പിൻവശത്ത് ട്രിപ്പിൾ റിയർ ക്യാമറ സജ്ജീകരണമാണുള്ളത്. 48MP 13MP ടെലിഫോട്ടോ ലെൻസ്, 2MP ലെൻസ് എന്നിവയൊക്കെയാണ് ഈ ട്രിപ്പിൾ ക്യാമറ സജ്ജീകരണത്തിൻ്റെ ഒപ്പം വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ക്വാഡ് LED സെറ്റപ്പും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇൻഫിനിക്സ് Zero 5G സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത ചില ഫോട്ടോസ് നോക്കാം. ഈ ഫോട്ടോസൊക്കെ ഈ സ്മാർട്ട് ഫോൺ വെച്ച് എടുത്തതാണ്. ഈ സ്മാർട്ട് ഫോണിൻ്റെ വിശദമായ റിവ്യൂ പിന്നീട് നൽകാവുന്നതാണ്. കാരണം നമുക്ക് ഈ ഘട്ടത്തിൽ ഇൻഫിനിക്സ് Zero 5G സ്മാർട്ട് ഫോണിൻ്റെ ശേഷികളെക്കുറിച്ച് കമ്പനി അവകാശപ്പെടുന്ന കാര്യങ്ങളല്ലാതെ വളരെ യൂസ് ചെയ്തിട്ടുള്ളൊരു റിവ്യൂ പറയാൻ പറ്റുന്ന സാഹചര്യമല്ല. കുറച്ച് ദിവസത്തെ ഈ ഫോൺ ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ അത്തരത്തിലൊരു വിശദമായ റിവ്യൂ നൽകാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.